ബി.ജെ.പി. ഭരിക്കുന്ന തൃശൂർ അമ്മിണിശ്ശേരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആരോപണമായിരുന്നു. അമ്മിണിശ്ശേരി പഞ്ചായത്ത് 69 നമ്പർ ബൂത്തിൽ 17 വോട്ടേഴ്സിന്റെ രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് ഒരു ബി.ജെ.പി. നേതാവിന്റെ പേരാണ് ഇപ്പോൾ എഴുതി ചേർത്തിരിക്കുന്നത്. പ്രാദേശിക ബി.ജെ.പി. നേതാവായ CV അനിൽകുമാറിന്റെ പേരാണ് നൽകിയിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അനിൽകുമാർ 69 ബൂത്തിലെ ബി.ജെ.പി. ബൂത്ത് ഏജന്റായിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഇതിപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ സംഭവം ഉയർത്തിയതോടെ ഓരോ സ്ഥലത്തുനിന്നും ഇങ്ങനെ വിചിത്രമായ കാര്യങ്ങൾ വരികയാണല്ലോ. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിൽ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വരുന്നത് വളരെ വിചിത്രവും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങളും രേഖകളുമൊക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീടിന്റെ പേരിൽ തന്നെ 50-ലധികം വോട്ടുകൾ, ഇല്ലാത്ത ആളുകളുടെ പേരിൽ വോട്ടുകൾ, അതൊക്കെ വന്നെങ്കിൽ ഇന്നിപ്പോൾ ആവണിശ്ശേരി പഞ്ചായത്തിൽ നിന്ന് വരുന്നത് മറ്റൊരു വ്യത്യസ്തമായ ക്രമക്കേടാണ്. ഒരു രക്ഷകർത്താവിന്റെ പേരിൽ തന്നെ 17 വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ആവണിശ്ശേരി പഞ്ചായത്തിലെ ബി.ജെ.പി. ബൂത്ത് ഏജന്റായ CV അനിൽകുമാറാണ് ഈ 17 വോട്ടർമാരുടെയും രക്ഷകർത്താവായി അവിടെ ഉള്ളത്. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം, അദ്ദേഹത്തിന്റെ വയസ്സ് വോട്ടർ പട്ടികയിൽ നൽകിയിരിക്കുന്നത് 49 പക്ഷേ ഈ ചേർത്തിരിക്കുന്ന 17 പേരിൽ 20 വയസ്സ് മുതൽ 61 വയസ്സായ ആളുകൾ വരെ ഉണ്ട്. അതായത് 61 വയസ്സായ ആളുടെ രക്ഷകർത്താവിന്റെ പേരിൽ പോലും ഈ 49 വയസ്സായ CV അനിൽകുമാറിന്റെ പേരാണെന്ന് മനസ്സിലാക്കുന്നു. ഈ പഞ്ചായത്തിലുള്ള ഒരു ബി.ജെ.പി. BLO അല്ലെങ്കിൽ ബി.ജെ.പിയോട് അനുഭാവമുള്ള ഒരു BLOയുടെ സഹായത്തോടെയാണ് ഇത്തരത്തിൽ വോട്ട് ക്രമക്കേട് നടന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. CPIM-ഉം അതോടൊപ്പം കോൺഗ്രസും ആവണിശ്ശേരി പഞ്ചായത്തിലെ വിഷയം ടേക്കപ്പ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ബി.ജെ.പി. പറയുന്നത് ഒരു ക്രമക്കേടും തൃശ്ശൂരിൽ നടന്നിട്ടില്ല, ജനങ്ങൾ ഞങ്ങളെ പിന്തുണച്ചു, അതിന്റെ ഭാഗമായി ഞങ്ങൾ ജയിച്ചു, അതിൽ നിന്നുണ്ടായ പ്രതിഷേധവും സങ്കടവും ഒക്കെയാണ് ഈ വോട്ട് ക്രമക്കേട് എന്ന വ്യാജേന CPM-ഉം കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, തെളിവ് സഹിതമാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ ഇവിടുത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ നേരിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി എന്ത് നിയമ നടപടി സ്വീകരിക്കാനാകും എന്നുള്ളതാണ് ചോദ്യം. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ക്രമക്കേടുകളൊക്കെ പുറത്തുവരും. ഇപ്പോൾ ഈ ആവണിശ്ശേരി പഞ്ചായത്തിൽ നിന്ന് പുറത്തു വന്നൊരു വളരെ വിചിത്രമായ ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 49 വയസ്സുള്ള CV അനിൽകുമാർ രക്ഷകർത്താവായിട്ടുള്ളത് 61 വയസ്സുള്ള ഒരാൾക്ക് വേണ്ടിയാണ്. വോട്ടർ പട്ടികയിൽ 61 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് വേണ്ടി. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ വിചിത്രമായി തോന്നുന്നു. അതിലൊരു മറുപടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെയാണ് നൽകേണ്ടത്. വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.